എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം എവറി വൺ. എന്തായാലും നമ്മൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇറക്കുമ്പോൾ ഓണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. മാക്സിമം ഓണത്തിന് ഇറക്കണം എന്നാണ് ആഗ്രഹം. ചിലപ്പോൾ ഓണത്തിന് പിറ്റേ ദിവസം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സോറി, പ്ലീസ് ബെയർ വിത്ത് മീ. ഇന്നെന്തായാലും ഓണത്തിൻ്റെ തലേ ദിവസമാണ്, സെപ്റ്റംബർ 14 ശനിയാഴ്ച വൈകുന്നേരം സമയം ഏകദേശം 8 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഓണപരിപാടികൾ കാര്യമായിട്ടൊന്നുമില്ല. കുറേ ഓണം ഷൂട്ടുകളും എല്ലാം കഴിഞ്ഞ് അയ്യോ ഫൈനലി ഇന്നാണ് ബ്രേക്ക് കിട്ടിയത്. ഇന്നലെ വരെ പോയതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു, ഇന്നാണ് ഇരുന്നത്. എന്തായാലും ഇനി കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആണ്. എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 4 days ഫ്രീ ആണ്. അപ്പോൾ ഉള്ള ദിവസം അടിച്ച് പൊളിക്കാന്നുള്ള പ്ലാനിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും വേറെ വലിയ ഓണാഘോഷങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാമല്ലോ, കേരളം മുഴുവൻ ഒരുമിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പം ഒരിടത്തും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഓണാഘോഷങ്ങളൊന്നുമില്ല. നമുക്കും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഓണാഘോഷങ്ങളൊന്നുമില്ല. ഇപ്പം എന്തായാലും നമ്മുടെ മാധവ് വാവ ബാംഗ്ലൂർ പോയിരുന്ന കാര്യം ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും മാധവ് വാവ തിരിച്ചത് ഓണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എടപ്പള്ളി ചെരവന്നൂർ അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഓണം മാധവിൻ്റെ ഒപ്പം ആവണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ബർത്ത്ഡേക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വാവയെ കണ്ടിട്ട് ഓൾമോസ്റ്റ് മെയിലാണ് ഞാൻ അവസാനം കാണുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മിട്ടുവിനെ. അപ്പം എങ്ങനെയെങ്കിലും അവനെ കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ഏട്ടൻ പറയണത് മിട്ടുവും അച്ഛനും അമ്മയും കൂടെ മിട്ടുവിൻ്റെ അമ്മ വീട്ടിൽ പോവുകയാണെന്ന്. ഓണത്തിന് അന്ന് ഉച്ചയ്ക്ക് എനിക്കൊന്ന് ഒരു 11 മണി ആകുമ്പോഴത്തേക്കും അവർ ഏടത്തമ്മയുടെ വീട്ടിലേക്ക് പോകും. പട്ടാമ്പിയിലാണ് വീട്. അപ്പം ഞാൻ ഓ ഗോഡ് ഐ ആം ട്രാപ്ഡ് എന്നുള്ള അവസ്ഥയായി. കാരണം കുറച്ച് നേരം കിട്ടുന്നുള്ളൂ അവൻ്റെ ഒപ്പം. അപ്പോൾ ഇച്ചിരി കുഴപ്പമില്ല, നമുക്കുള്ള സമയം അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് മാത്രമല്ല ഞാനും എൻ്റെ അമ്മ വീട്ടിൽ പോവുകയാണ്. കാരണം വിട്ടു പോയി കഴിഞ്ഞാൽ ഞാനൊരു ഉച്ചയോടുകൂടി സദ്യയൊക്കെ കഴിച്ച് വയറ് നിറങ്ങി പായസം കുടിച്ച് നേരെ ഞാനും എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകും. ശരിക്കും വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അമ്മ വീട്ടിൽ പോകാൻ നമുക്ക് ഭയങ്കര ഒരു ക്രേസാണല്ലേ. എനിക്ക് അമ്മ വീടല്ല, നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം സ്കൂൾ കൂടി ഇവിടെ ആയതിനു ശേഷം നാടെന്ന് പറഞ്ഞാൽ സംഗതി കണ്ടിട്ട് തന്നെ കാലങ്ങളായെന്നുള്ളൊരു ഫീലാണ് കേട്ടോ. കാരണം ഉത്സവത്തിലാണ് ലാസ്റ്റ് ഞാൻ മെയ് പകുതി വരെ കണ്ട നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും കുറേ നാൾക്ക് ശേഷം തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. വെക്കേഷനൊക്കെ വരുമ്പോൾ ഇപ്പോൾ കൊതിയാവുക. മുമ്പൊക്കെ വെക്കേഷൻ ഒന്ന് വരുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നില്ല, എന്തുന്നുണ്ട് എങ്ങോട്ട് എനിക്ക് പോകേണ്ട എന്നുള്ള അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരു വെക്കേഷനൊക്കെ വന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് നേരെ ഇനി മിട്ടുവിൻ്റെ അടുത്തേക്ക് പോവാം. ആൻഡ് നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കാൻ കഴിച്ചു. അപ്പോൾ ഇതൊരു ഫുൾ ഓണം വ്ലോഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ഒരു വലിയ ബാഗുണ്ട്, അതെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വെക്കാൻ നടക്കില്ല. അതിന് നമുക്ക് ഒക്കെ വിളിക്കാം. എന്തായാലും നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം. ഫോക്കസ്. ഗ്ലൂക്കോസ് പരസ്യമല്ല ഗൈസ്, ഗ്ലൂക്കോസ്. തുടർച്ചയായ ഹെൽത്ത് പ്രോബ്ലംസ് കാരണം ഗ്ലൂക്കോസ് ഇതൊക്കെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഓണം ട്രാഫിക് ടൂ മച്ച്. നമ്മളിങ്ങനെ ഇഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയപ്പോൾ നന്നേ ലേറ്റ് ആയിട്ടുണ്ട്. മമ്മിജി പുറകിട്ട്. മമ്മിജി കാണുന്നുണ്ടോ? മമ്മിജിയെ കാണാമോ? നമ്മള് ഓൺ ദ വേ ആണ്. വാവ ഉറങ്ങുമെന്ന് നല്ല ഡൗട്ടുണ്ട്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു ക്ലൈമറ്റും എല്ലാം മാറി അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മൂപ്പര് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് കണ്ടറിയാം. ഹലോ, ആരാ ഇത്? ഇതാരാ ചേച്ചിയാണിത്. എവിടെയായിരുന്നു കിട്ടുമ്പോ? ബാംഗ്ലൂരായിരുന്നോ? എങ്ങനെയാ വന്നേ? ട്രെയിനിലാണോ വന്നേ? കാറിലാണോ വന്നേ? ഫ്ലൈറ്റിലല്ല, കാറിലാണോ വന്നേ? വിട്ടു മാമാജി എന്താ കൊണ്ടുവന്നേ? ആരാ വിട്ടു? ജൂ ആണോ?
അത്? വിളിക്കൂ, ജൂ വിളിക്കൂ. ജൂ, ജൂലിനെ വിളിക്കുന്ന ജൂ. ആ കൊടുക്കൂ. അച്ചോ അയ്യോടാ, നിക്കൂ ചേച്ചിമായി. ജൂ കാണാണ്ട് ചേച്ചിമായി എടുത്തരാം. വിട്ട് കൊടുക്കൂ ജൂനെ. ഇവിടെ നിട്ടിട്ട് വിട്ട് കഴിക്കില്ല. ജൂന് കഴിക്കാനുള്ളതല്ല, ജൂന് കൊടുക്കാനുള്ളതാ. ആ ഇട്ട് കൊടുക്കൂ. ആ ഗുഡ് ബോയ്. ദേ ജൂ കഴിച്ചു. ജൂ കഴിച്ചു അല്ലേ? ജൂനോട് വയറ് നേരം മതിയായി ചോദിക്കൂ. ആ മതിയോ? വയറ് നിറഞ്ഞ ജൂന്? മതിയായാ? പാക്കെടുക്കണ്ടാരാ? അപ്പുറത്ത് ആരോ കിടക്കണ്ടല്ലോ. അതാരാ? അതാരാ? അത് ജിയോ? ജൂ ആണോ? നമ്മളിവിടെ രണ്ട് പട്ടി, അവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, ജൂലൻ. അപ്പൊ ഭയങ്കര കാര്യമാണ് മിട്ടുകൊണ്ട് ജൂലനെ. ബാംഗ്ലൂർ പോയി വന്നപ്പോഴത്തേക്കും ജൂലൻ 2 കുട്ടികളിപ്പം ഉണ്ട് ഇവിടെ. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. ഇതിൽ ഏതാണ് ജൂന്നാ വിളിക്കുക? ജൂ. അപ്പൊ ഇതിൽ ഏതാണ് ജൂന്ന് കുട്ടിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ. ഇതാണോ ജൂ? അപ്പൊ അപ്പുറത്തെയോ? അതോ? അത് ജൂവാ? 2 ജൂവാ? ഒന്ന് ബൗ ഒന്ന് ജൂവാ അല്ലേ? അല്ല, അതും ജൂ ഇതും ജൂ. ഇത് ബൗ, അതാണോ ജൂ? നമ്മൾ ഇത്ര നേരം ബൗനാണോ ഫുഡ് കൊടുത്തേ? ജൂനല്ലേ? കുട്ടിക്ക് എന്നാ കൺഫ്യൂഷൻ. ഇതിപ്പോ ആർക്കാ ഫുഡ് കൊടുത്തേ? ജൂനാണോ ബൗനാണോ? എന്താ മീനമായി വീഡിയോ എടുക്കുമ്പോ ഹായ് പറയൂ മീനമായി എടുത്ത്. ഇതാരാ മിട്ടു? ഇതാരാ ചേച്ചി? ഇതാരാ? ചേച്ചിമാരുടെ കള്ളക്കണ്ണനാരാ? ചേച്ചിമാരുടെ കള്ളക്കണ്ണനാരാ? ആരാ ചേച്ചിമാരുടെ കള്ളക്കണ്ണൻ? എന്ത് കണ്ണമ്മ? അത് ജൂന്റെ അടുത്ത് പോവാൻ പറ്റില്ലേ നമുക്ക്? ഇത് ജൂന്റെ ബേബിയാ. നമ്മളങ്ങനെ എറിഞ്ഞു കൊടുത്തു അല്ലേ? ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഹൈഫൈ തരൂ, ഹൈഫൈ തരൂ, ഹൈഫൈ. ആക്ഷൻ. മതി മതി. ഇല്ലാത്ത ബിസ്ക്കറ്റ് ജുജു ജുജു മൈൻഡ് ആക്കണില്ലല്ലോ. ഇല്ലാത്ത ഇൻവിസിബിൾ ബിസ്ക്കറ്റ് അതിന് കൊടുക്കണത് എന്തിനാ? അപ്പൊ മതി മതി. അമ്മേ അമ്മേ മതി. ചേടാ എങ്ങനെ വിളിക്കുക? ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ വിളിക്കും. എന്നാ ചേച്ചിമാർക്ക് ഒരു ബിസ്ക്കറ്റ് തരുമോ? തരൂ. തരൂ. ആ ബിസ്ക്കറ്റ് വേണ്ട, എനിക്ക് ജൂന് കൊടുത്ത ബിസ്ക്കറ്റ് മതി. കൊള്ളാൻ. അപ്പതാ നമ്മൾ ഫുഡ് കഴിച്ചു. വിശപ്പിന്റെ സ്കൂട്ടറിൽ പോയാ? എന്താണ് കീറി എടുക്കൂ ഇതൊന്ന്. ജുജു എവിടെ? അയ്യോ അതാ ജുജു ഉറങ്ങി. നമ്മള് ജുജുവിന് ഫുഡ് കൊടുത്തു, മിട്ടുവാവ ഫുഡ് കഴിച്ചു. വിശപ്പിന്റെ വിളി കൂടിയപ്പോൾ വീഡിയോ എടുക്കാണ്ട് ഞാനും ഫുഡ് കഴിച്ചു പോയി. അതാ അത് കീട ചെടികളാണ്. കീട ചെടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വഴക്കും അറിയൂട്ടാ. അമ്മേ, അത് പറഞ്ഞാ അതേ ചെയ്യുള്ളൂ. 2 വയസ്സായിട്ട് ഭയങ്കര കുരുത്തക്കേടാണ് ഇപ്പൊ. ചില സമയത്താണെങ്കിൽ ശരി, നമുക്ക് വീട്ടിൽ പോവാം. ചാടി കയറിക്കോളൂ. ഓടിക്കറു വിട്ടു. എനിക്ക് എന്തായാലും ഇന്നിപ്പോ കിടക്കാനുള്ള സമയമായി. ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ല. ശരി, അകത്ത് കയറും. എന്താണ് കൊഞ്ചല കൊറേ ആയിട്ട് കണ്ടിട്ടേ. വന്ന് ഇങ്ങനെ കണ്ടിരിക്കണേ. പതുക്കെ തെന്നും വിട്ടുപ്പ തെന്നും. മതി മതി, ഈ കളി മതി. നമ്മോ ഇങ്ങോട്ട് വരും. ഞങ്ങളെങ്ങനെയോ അവസാനം കല്ലായി ബഹളം നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.
ആള് നല്ല ബഹളാക്കി നിന്റെ പകുത്ത് പോയി. നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. എവിടെ പോവാ മിറ്റു? എവിടെ പോവാ? ചപ്പലിടൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ദാ ഇന്ന് തിരുവോണനാളാണ്, സെപ്റ്റംബർ 15 ഞായറാഴ്ച. രാവിലെ സമയം നന്നേ വൈകിരിക്കുന്നു. നമുക്ക് വേഗം അമ്പലത്തിൽ പോയിട്ട് ഇതാ മിട്ടുകൂട്ടൻ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ഞാൻ മാത്രം റെഡി ആവാൻ അല്പം വൈകി. അതായത് നമുക്ക് വേഗം അമ്പലത്തിൽ പോയിട്ട് അമ്പാട്ടിയൊക്കെ തൊഴുതിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ സദ്യ കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. വൈകി ഇറങ്ങട്ടെ. ഞങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടുള്ളൂ ചേച്ചി. ക്ഷമിക്കൂ, ഞങ്ങൾ വലുതാവട്ടെ ഇത്തിരിയും കൂടെ. നമുക്ക് തൽക്കാലം വൺ വേർഡ് മതി. ചൈൽഡ് ലോക്ക് ആണല്ലേ. ഇതെല്ലാം വഴി ഞങ്ങള് ലാസ്റ്റ് ഇതുപോലെ പോയത് മെയില് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് കയറാനാണല്ലോ വിട്ടു. മാമാജി ഹായ്. മമ്മ ഞാനും ഇവിടെ ഉണ്ടല്ലേ. ഇവരെന്നെ കാണിച്ചില്ല. ഹാപ്പി ഓണം. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ടുള്ള ജേർണിയിലാണ്. അമ്മ അമ്മയുടെ നോക്കൂ, അമ്മയുടെ അവിടെ നോക്കൂ. ചേച്ചി തൊടിച്ചാ മമ്മി എമ്മായിരുന്നു. അപ്പൊ ഇവർക്കൊരു അഭിപ്രായം എമ്മക്ക് പോരാ, എസ് ആണെന്ന്. അല്ല, എസ് ആയിരുന്നു, എം വേണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം 2-3 ദിവസമൊക്കെ. Hi Tarisha, why are you not wearing a pattu pavada? Everyone inside. Yeah, I mean some of them went for like buying sadhya. Oh, okay. How are you? Long Good, time no fine, see. yeah. So, where is she? She is here playing with puppies. Oh, you bought puppies? No, it's a street dog. Okay. Yes. Do Anuja come these days? No. She's missing her friend, huh? Oh, sometimes we go to visit her. Okay. Yep, Bhadu, please come inside. Where are you nowadays? I'm actually here at Kakinad. Oh, Yeah. same you told me last time. Hey! Hi! Damn, looking too good, yaar. Thank you. With sari suits you too well. Parayam. Hi, this is like Julian's puppy? Yeah. Okay, hi. You've named him a what? No. Hello. You take a photo. Good morning. നമുക്ക് ഇത് നമ്മുടെ ഇവിടുത്തെ നെയ്ബേഴ്സ് ആണ്. താരിഷയും ആന്റിയുടെ പേര് ഞാൻ മറന്നു. താരിണി. തൻ്റെയും പേര് ഞാൻ മറന്നു. ഭാവിക ഞാൻ ഇവിടെ വന്നിട്ട് കുറേ ആയല്ലോ. ആൻഡ് അനുജും കൂടെ പോയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഒച്ചയും ബഹളമൊന്നും കേൾക്കണില്ല. അപ്പം ഇവിടുത്തെ നെയ്ബേഴ്സ് ആണ്. അപ്പം നമുക്ക് ഞാൻ കുറേ ആയി കണ്ടിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. കമോൺ. തായ്ലൻഡ് അല്ലേ? അതെ. പോവാറുണ്ടോ? നമുക്കൊരു പിക്ക് എടുക്കാം. Okay, no problem. Seems like you're holding some sort of. ചേച്ചി ബോബോ, മിട്ടു ബോബോ, കഴിച്ചോളൂ. മിട്ടു ബോബോ, കഴിച്ചോളൂ കുഞ്ഞു. കഴിക്കും.
കൊല്ലാമോ? കരച്ചില് വന്നു ഞങ്ങളുടെ കുട്ടിക്ക്. ആ തീർന്നു പോലെ ഇവിടെ വിളമ്പിയാ മതി വിട്ടു. മതിയാ? ഇവിടെ മതിയോ? എവിടെ വിളമ്പണ്ടേ? പറഞ്ഞോളൂ, അവിടെ ഒക്കെ വിളമ്പി തരാം. ഓക്കെ, പിന്നെ ഗ്ലാസ്സിലാണോ വേണ്ടേ? ഗ്ലാസ്സിൽ വെക്കോ? ഇവിടെയാണോ? കൂട്ടാനാണോ? ബാബു ബാബു ചിപ്സ് ആണോ? ബാബു ബാബു ഇതാണോ? ബാബു പിന്നെ പപ്പടം. പപ്പടാണോ? ദേ 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 സാമ്പാറല്ലേ വിട്ടു? സാമ്പാറല്ലേ? പിന്നെന്താ ഇവിടെ വിളമ്പണ്ടേ? പറഞ്ഞോളൂ. ബബ്ബുവോ? ചിപ്സ് ആണോ? ഈ ബബ്ബു ആണോ? ഇതാണോ? പിന്നെ വേറെ മറ്റേ മധുരമുള്ള ബബ്ബു ആണോ? സോൻ പപ്പടിയാണോ? ദേ അത് ദേ തൊട്ടോക്കൂ ദോട്ടോക്കൂ. സോൻ പാപ്പടി പപ്പടിയാണോ? സോൻ പാപ്പടിയാണോ വേണ്ടേ? സോൻ പാപ്പടി എടുക്കട്ടെ ചേച്ചിമാ. ഇത് പിടിക്കൂ. ഇത് തൊട്ടോക്കൂ. ദേ കുട്ടി തൊട്ടോക്കൂ. ദേ ദേ തൊട്ടോക്കൂ. ഇത് തൊട്ടോക്കൂ. ചിപ്സ് ബബ്ബു വേണോ? ചോറിനോട് കഴിക്കാൻ സോൻ പാപ്പടി കഴിച്ചോളൂ. സോൻ പാപ്പടി വേണോ? ഉറക്കം വന്നിട്ടാ. അമ്മമ്മ ആ കഴിക്കൂ. നല്ല മധുരാണേ, നല്ല മധുരാണ്. ആ ഇവിടെ മതിയോ? നമ്മ ഇട്ട് കഴിക്കുവോ? അമ്മ തരണോ? അമ്മ തരണോ? എന്താ ഉറക്കം വന്നിട്ടാ? അല്ലല്ല, വേറെ എന്തോണം സുജി മാർക്ക് എന്തോ ഒരു ഡിമാൻഡ് ഉണ്ടോ? എന്താ വേണ്ട മോനെ? എന്താ വേണ്ട വിട്ടു? വെള്ള ബോട്ടിൽ കൊണ്ടതില്ലേ? വെള്ള ബോട്ടിൽ എവിടെയാ? അന്യനെ പോലെ ചിരിക്കണോ കരയണോ രണ്ടും ഒറ്റ ടൈം. നോക്കാം, നമുക്ക് ഇവരെല്ലാരും കഴിക്കും. നിന്ന് നോക്കാം. വിട്ടു കഴിക്കും. ഇതൊക്കെ വിട്ടും തരാം. അമ്മ പറ്റി നോക്കി എല്ലാ കറിയും വിട്ടുണ്ടേ. നോക്കൂ, ഈ കറികളുടെ പേര് പറയണോ? നമുക്ക് എന്താ വേണ്ടേ? ബബ്ബുടെ ഈ ബബ്ബു ഇഷ്ടമാണ്. ഏതാ വേണ്ടേ? ആ ഏതെങ്കിലും കഴിക്കണോ? പിന്നെ ഇരിക്കണോ? കിട്ടുന്ന ഇത് വായിലൊക്കെ ചെയ്ത് തരുന്ന ഇത് വായിലേക്ക് കൊടുക്കും. മോനു സാമ്പാർ പുളിഞ്ഞി കയ്യിലാവും. എന്തെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് നടുക്കൽക്ക് ഇടും. അല്ല അത് വാരാം, അല്ലാണ്ട് നടക്കില്ല. സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. ഹാപ്പി മിട്ടു. ഞാൻ അമ്മയിടയ്ക്ക് വായ തരട്ടെ. ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി എന്ന് പറയുന്നതാ. ഹാപ്പി ആനിവേഴ്സറി പറയൂ വിട്ടു. ഹാപ്പി എവിടെ ഇടം കട്ട് ചെയ്തോളൂ. ആ അത് കേട്ടെ. Happy anniversary. Many many happy returns of the day. കൈ ഇടിക്കാൻ മിട്ടു. അതവിടെ വെച്ചിട്ട് കൈ ഇടിച്ചോളൂ. കൈ ക്ലാപ്പ് ചെയ്ത് കൊടുക്കുന്നു. അയ്യോ ആ വിട്ടു വായിക്കും. ആ വിട്ടുപ്പ ആ ആമേ. ഇനി നമുക്ക് മുത്തച്ഛിക്കും ആ അതാ മുത്തച്ഛിക്ക് കൊടുത്തു. ആ ആ ബില്ല് എവിടെ? ബില്ല് ബില്ല് മോളെ ഇനി നിങ്ങളെ എവിടെ പോകട്ടെ? മിട്ടൂസ് പോവാണ് ഗൈസ്. മിട്ടൂസ് പോവാണ് ഗൈസ്. എന്താ വേണ്ടേ? എന്ത് വേണം കണ്ണുമൊക്കെ? ചാറ്റ് പറഞ്ഞു. ഒന്ന് പോരോ ചേച്ചിമാ? ഒന്ന് വരോ ചേച്ചിമാ? എടുത്തോട്ടെ ചേച്ചിമാ ഒന്ന് എടുത്തോട്ടെ കണ്ടില്ലേ? എന്തായാലും കാണുമോ? കാണില്ലേ? ശരി. കണ്ണമ്മ ഓക്കെ കണ്ണമ്മ ഹാപ്പി ഓണം. ഓണം കൂടി പറയിപ്പിക്കേ. ഹാപ്പി ഓണം ഓണം പറയൂ. ബൈ 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 എത്തിമ ബൈ ഹാപ്പി ഓണം. നമുക്കിറങ്ങണ്ടേ? നമുക്കിറങ്ങണം ഗൈസ്. നമുക്ക് മുത്തശ്ശനും അമ്മയും കാണാൻ പോവാം. എൻ്റെ മുത്തശ്ശനും അമ്മയും അങ്ങനെ മിട്ടുവാവ പോയി. ഒരു മണിക്കൂറിന്റെ ഗ്യാപ്പ് എടുത്ത് സാധനങ്ങളെല്ലാം കെട്ടിപ്പൊട്ടി വണ്ടി കയറ്റി ഞങ്ങൾ ഇറങ്ങുവാണ്. ബൈ. ഹൈ ഫൈ.
അയ്യോ ഞാൻ കണ്ടില്ല ഇവിടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മലയിലേക്ക് നമുക്ക് പോകാം. ശിവാനിയുടെ അച്ഛൻ താഴെ ഇവിടെ ഉണ്ട്. എല്ലാരും ചോദിക്കും എവിടെ പോയി ശിവാനിയുടെ അച്ഛൻ? അല്ല, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണത്. ശിവാനിയുടെ അച്ഛനെ മാത്രം കാണുന്നില്ല. ശിവാനിയുടെ അച്ഛൻ എവിടെയും പോയിട്ടില്ല. ശിവാനിയുടെ അച്ഛൻ്റെ അടുത്ത് ആരും ചോദ്യം പറയും. ശിവാനിയുടെ അച്ഛന് 2 ജോലിയുള്ളൂ. 1 ഗതാഗതം, 2 ഫൈനാൻസ്. ഞങ്ങൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ടൂറിസം വകുപ്പും പുള്ളിക്കാരാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആഭ്യന്തരം അമ്മയാണ്, ആഭ്യന്തര വകുപ്പ് അമ്മയാണ്. ഫിനാൻസും ധനകാര്യ വകുപ്പും ടൂറിസവും റിലേറ്റഡ് ആയിട്ടുള്ള വകുപ്പുകൾ അതെല്ലാം നമ്മൾ ധനകാര്യം പന്നിയാണ്. അതെല്ലാം പറയാം, ധനകാര്യം ടൂറിസവും. പിന്നെ വേണമെങ്കിൽ വെടിക്കെട്ട് പൂരം ഉത്സവം തുടങ്ങിയ കലാപരിപാടികൾ നിറഞ്ഞ ഐറ്റംസും നമുക്ക് അങ്ങോട്ട് തന്നെ കൊടുക്കാം. കലാ സാംസ്കാരിക വകുപ്പ് നമുക്ക് അങ്ങോട്ട് തന്നെ കൊടുത്തേക്കാം. അപ്പൊ അതല്ലാണ്ട് മുപ്പൊരു വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും വേറെ വകുപ്പുകളിലേക്കൊന്നും അങ്ങനെ നൽകാറില്ലെന്നല്ല, നൽകാറുണ്ടെങ്കിലും നമ്മൾ കാണിക്കാറില്ല. അപ്പം ബാക്കി എല്ലാ വകുപ്പുകളും നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അതെ, ഓണത്തിന് തകർത്ത് വായുന്നുള്ള മട്ടിലാണ് നമ്മുടെ ഡാഡുജിയുടെ അടക്കം. എന്തായാലും ബാക്കി നമ്മളിപ്പോ ഓണത്തിലെയാണ് ഇവിടെ ചേരാൻ ഇറങ്ങി. ഒരു 2 hours ജേർണി ഉണ്ട് വീട്ടിലേക്ക്. ബാക്കി വീട്ടിൽ ചെന്നിട്ട് മുത്തശ്ശിനെ കാണണം, അമ്മയെ കാണണം, സാമിയെ കാണണം, എല്ലാവരെയും കാണുക, ഒരു ഹാപ്പി ഓണൊക്കെ വിഷയം. അങ്ങനെ നമ്മൾ അമ്മ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതേ അമ്മുമ്മ, മുത്തശ്ശൻ, ചേച്ചിമ്മ, ചിറ്റ, സാവരിമ്മ, പിന്നെ ഇതാ സാവരിമ്മ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ ചേട്ടനുണ്ട്. ചേട്ടൻ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലാണ്. അപ്പൊ അതായത് ഇന്നിനി വേറെ പരിപാടീസ് ഒന്നുമില്ല. അമ്മുമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ അതിലെ കിടിലൻ സദ്യ ഉണ്ടാവും. രാത്രി ആ സദ്യ കഴിക്കുക. പിന്നെ കുറെ നേരം ഇവരെ കണ്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഇയാളുടെ ബർത്ത്ഡേക്കാ ഞാൻ വന്നത്. പക്ഷെ അന്നാണെങ്കിൽ ഞാൻ ഫുൾ കുക്കിംഗ് ആയിട്ട് ബിസി ആയിരുന്നല്ലേ. നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കിയെന്ന് അത് വൺ ബിസി ആയിരുന്നു. അന്ന് ആരോട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ആ ഫുൾ വിഷമം നാളെ ഒരു ദിവസം കൊണ്ട് എനിക്ക് തീർക്കണം. അപ്പം ആ പ്ലാനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെയും അങ്ങനെ വലിയ ഓണമൊന്നും ആയിരുന്നില്ല. ഇവിടെയും ഒരു ചെറിയ ഓണമായിരുന്നു. കാരണം നമ്മുടെയും ഒരു റിലേറ്റീവ് മരിച്ചിരിക്കുകയാണ്. അപ്പം അത്ര വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല. പിന്നെ പൂജ നമ്മൾ നിൽക്കാന്നുള്ളത് ഇതൊരു ശീലമായതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നടത്തിയേ പറ്റുള്ളൂ. ഇയാളൊക്കെ ഞാനിപ്പോൾ അടുത്ത പോലെ കോളേജിൽ പോകും. ഞങ്ങളുടെ കുട്ടിയും പെട്ടെന്ന് വളർന്നു. അപ്പം ഇവർക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ ഉള്ളപ്പോഴല്ലേ ഇതൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്ന് അല്ലേ? എന്ത് നടത്തിയതോ അല്ലേ? നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത് നമുക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളത് അല്ലാണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ടായാലോ ഗൈസ്? തുടങ്ങും, സാരി തുടങ്ങും. മാവേലി പിടിച്ചെടുത്ത് റെഡി, സൈലൻസ്. തുടങ്ങോ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അയ്യോ ഹലോ ഹലോ സൈലൻസ്. ഞാൻ പാടാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആമത്തങ്ങാകുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനം താനാനെ താനേ തന്നത്താനേ ബാക്കി എനിക്കറിയില്ലല്ലോ. അതല്ല നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം
അത്തപ്പൂന്നുള്ളി തൃക്കാപ്പൂന്നുള്ളി കണ്ണാടി കുഞ്ഞുഞ്ഞാലിലാടി മുതലവാ തുന്നണം ചൊല്ലി ചൊല്ലി വാ. ഇത് മറ്റേ ഏതൊരു തീരം തൃക്കാക്കര പൂ പോരാഞ്ഞോ തിരുനക്കര പൂ പോരാഞ്ഞോ തിരുമാതാപം നിരത്തിയ തെക്കൻ കാട്ടി നീ വരൂ പൊന്നോണത്തുള്ളി ഈ പൂവയിൽ മോഹം പൊന്നിയുണ്ടായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുള്ളി മറ്റു മൺ കണ്ടു മൂടും പൊന്നിൻ ചെന്നത്തിൽ ഇന്നേ കൊയ്യാം നാളെ കൊയ്യാം മട്ടം വളരെ ശോകം വരുന്നുണ്ട്. ഓക്കെ റെഡി കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈതകതൈതൈതോ കൊച്ചുപെണ്ണെ കുയിലാളെ തിത്തിത്താരാതൈതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തൈ തിത്തൈതകതൈതൈതോ ഓ തിത്തിത്താരാ തിത്തൈ തിത്തൈതകതൈതൈതോ പലവികളാലും വേണം പലവികളാലും വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താരാ തിത്തൈ തിത്തൈതകതൈതൈതോ ഓ തിത്തിത്താരാ തിത്തൈ തിത്തൈതകതൈതൈതോ ഞാൻ 6 ഫുട്ടങ്ങൾ അവസാനിപ്പിച്ച ഇപ്രാവശ്യത്തെ ഓണം അടിപൊളി അറപ്പേ ഇറോ ഇറോ ഇറോ. അങ്ങനെ ഗൈസ് പാട്ട് പാടൽ മത്സരത്തിൽ 1 സമ്മാനം നേടിക്കൊണ്ട് സാവരി വിജയകരൻ. ഞാനൊന്നും പാടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. എന്തായാലും അക്ഷരാച്ച് കളിക്കുമായിരിക്കും, ഒന്നും ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും രാത്രി ഇങ്ങനെ നീണ്ടു നീർന്ന് കിടക്കുകയല്ലേ. എന്തായാലും ഇനി അടിച്ചു പൊളിക്കാനുള്ള ടൈമാണ്. അപ്പൊ നിങ്ങൾക്കും ഓണമൊക്കെ ആയിട്ട് ഫുൾ ടയർഡ് ആയിരിക്കും എന്ന് പറയാം. അപ്പൊ എല്ലാവരും റെസ്റ്റ് എടുക്കും. എന്തായാലും ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. This is me, Shivani Menon, signing off. Tada, bye bye. Love you all. Happy Onam.